പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വീണ്ടും ഒരു പ്രഭാതം, ഒരു പുതിയ ദിവസം, പുതിയ പ്രഭാതം കർത്താവ് നമുക്ക് ദാനം ചെയ്തതിനായി ദൈവനാമത്തിന്, കർത്താവിൻ്റെ നാമത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം ദൈവശക്തിയോടെ, ദൈവകൃപയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി, വിചിന്തനത്തിനായി റോമാലേഖനം 8-ാം അധ്യായം 28-ാമത് വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പ്രഥമ ലേഖനം അല്ല, ബൈബിളിലെ പൗലോസിൻ്റെ പ്രഥമ ലേഖനം ക്രോഡീകരിക്കപ്പെട്ടതിൽ ആ ലേഖനങ്ങളിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളിലൊക്കെ നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ വായിക്കുമ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത്, നീ ആയിരിക്കുന്ന വ്യത്യസ്തമായ അനുഭവത്തിനകത്ത് എപ്രകാരമായിരിക്കുന്നു, അതിനകത്ത് ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുടെ മേൽ ദൈവഹിതപ്രകാരം, ദൈവ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു കരുതൽ ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നീ ഒഴിവാക്കപ്പെട്ടത്, നീ ഒറ്റപ്പെട്ടത്, നിന്നെ മാറ്റി നിർത്തിയത്, ചില പരാജയങ്ങൾ സംഭവിച്ചത്, ചില ജയിക്കേണ്ട ഇടത്ത് നിനക്ക് പരാജയം സംഭവിച്ചത്, നിനക്ക് കിട്ടേണ്ട അവകാശങ്ങളെ മാറ്റിക്കളഞ്ഞത്, ഇത് ദൈവഹിതപ്രകാരം നിർണയിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിനക്ക് ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു രാജാവും ഒരു മന്ത്രിയും അങ്ങനെ പോകുന്ന വഴിക്ക് രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ വിശ്വാസമുള്ള ഈ മന്ത്രി എന്ത് കാര്യമുണ്ടായാലും അത് ദൈവ നന്മയ്ക്കായി, അത് നന്മയ്ക്കായി ദൈവം തീർക്കും, അത് നന്മയ്ക്കായി ദൈവം തീർക്കും, അത് നന്മയ്ക്കായി എന്ന് പറയുന്ന ഒരു മന്ത്രി. ഈ മന്ത്രിയും രാജാവും കൂടെ ഒരിക്കൽ ഇങ്ങനെ കാട്ടില് ഒരു വേട്ടയ്ക്ക് പോവുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജാവ് അമ്പ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിരല്, അദ്ദേഹത്തിൻ്റെ തമ്പ്, അതിൻ്റെ ഒരു ഭാഗം അങ്ങ് മുറിഞ്ഞ്, ഈ കൂർത്ത അമ്പ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം, വിരലിൻ്റെ ഒരു തമ്പ് ഭാഗം അങ്ങ് മുറിഞ്ഞു പോയപ്പം ഈ മന്ത്രി രാജാവിനെ അത് ദൈവം നന്മയ്ക്കായി തീർക്കും എന്ന് പറഞ്ഞു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. രാജാവ് ഈ വിരൽ മുറിഞ്ഞ് ആ വേദനയോടെ പിടയുമ്പം, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മന്ത്രി പറയുക അത് ദൈവം നന്മയ്ക്കായി തീർക്കും. രാജാവിന് ദേഷ്യം വന്ന് ഈ മന്ത്രി ഒരു പൊട്ടക്കിണച്ചി തള്ളിയിട്ടു എന്നാണ് കഥ. എന്നിട്ട് ഈ രാജാവ് പോകുന്ന സമയത്ത് ആ കഥയിൽ ഇങ്ങനെ പറയുന്നത്, ഈ കാട്ടുജാതിയിൽ ഇവരിങ്ങനെ ഒരു ഹോമം കഴിക്കാൻ, യാഗം കഴിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ നോക്കിയിരിക്കുക. ആ കിങ്കരന്മാരെ പിടിച്ചുകൊണ്ട് ചെന്നപ്പം മൂപ്പൻ നോക്കി, ഇദ്ദേഹത്തിന് അംഗവിഹീനമില്ലാത്ത ആൾ വേണം. അദ്ദേഹത്തെ മുഴുവനായിട്ട് നോക്കിയപ്പം കൈവിരലില്ലാത്ത, തമ്പില്ലാത്ത, മുറിഞ്ഞുപോയ കൈയുള്ള ഇദ്ദേഹത്തെ യാഗം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയുന്നു. അപ്പം മന്ത്രിയുടെ വാക്കോർത്തു, ഇത് ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു. ഈ രാജാവ് മടങ്ങി വന്ന് മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, എനിക്ക് ദേഷ്യം വന്നെങ്കിലും, എനിക്ക് വേദന എടുത്തെങ്കിലും നീ പറഞ്ഞത് ശരിയാ, ഇത് ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെന്നെ ഹോമം കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, നിങ്ങൾ എന്നെ പൊട്ടക്കിണച്ചി തള്ളിയിട്ടത് രാജാവേ അത് നന്മയ്ക്കായിട്ടാ, ഇല്ലെങ്കിൽ എന്നെ അവർ പിടിച്ചോണ്ട് പോകുമായിരുന്നു. ഇതിനകത്ത് ഒരു കഥയാണെങ്കിലും പ്രിയരെ, അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്, ഒരു മോറൽ സ്റ്റോറിയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് വേദനയായിരിക്കാം, സങ്കടമായിരിക്കാം. ബൈബിളിൽ ഉടനീളം നോക്കുമ്പോൾ പൊട്ടക്കിണറ്റിൽ സഹോദരന്മാരെ തള്ളിയിടപ്പെട്ട ജോസഫിനെ കണ്ട്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ജോസഫിനെ കണ്ട് ലോകവും സഹോദരന്മാരും നിന്റെ സ്വപ്നം എന്തി എന്ന് പറയുമ്പോൾ ദൈവം ഉയരത്തിൽ നിന്ന് മാത്രം വിളിച്ചിട്ട് പറയും, കുഞ്ഞേ, നീ പൊട്ടക്കിണറ്റി വീണിരിക്കുന്നത് സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രമാണെങ്കിൽ ഇത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആ മരുഭൂമിയിൽ മിദ്യാന്റെ കച്ചവടക്കാരുടെ കൂടെ 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടിട്ട് ആ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കൂടെ കാലിൽ വേദന അനുഭവിച്ച് ആ ചൂട് ഈ ചെറുക്കൻ, ഈ കൊച്ചു പയ്യൻ നടക്കുമ്പോ
അവൻ വേദനിച്ചു കരയുമ്പോൾ, വേദനിച്ച് സങ്കടപ്പെട്ട് കരയുമ്പോൾ ലോകം മുഴുവൻ ഇവൻ എന്തുകൊണ്ട് ഈ പാപം ചെയ്തിട്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗം പറയുമല്ല, അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവത്തെ വിളിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സ്നേഹിക്കുന്നവർക്ക്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പൊത്തിപ്പേറിന്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുമ്പോൾ അവിടെ നിന്ന് പൊത്തിപ്പേറിന്റെ ഭാര്യ സ്ത്രീ പീഡനത്തിനായി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെടുമ്പോഴും എന്തുകൊണ്ട് ഒരു പാപം ചെയ്യാത്ത എനിക്ക് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവിടെയും ദൈവത്തിന് ബാക്കി എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ, പൊത്തിപ്പേറും ഭാര്യയും കൂടെയുള്ളവരും കുറ്റപ്പെടുത്തുമ്പോൾ സ്വർഗം അവരെ നോക്കിയിട്ട് പറയുന്നു, കുഞ്ഞെ ഇത് നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ജയിലിനകത്ത് നിനക്കൊരു പാനപാത്രമാക്കാൻ വരും, അവൻ നിനക്ക് പരിചയപ്പെടുത്തും. രാജാവിനൊരു ആവശ്യം വരുമ്പോൾ അവൻ മറന്നുപോകും, പിന്നത്തേതിൽ രാജാവിന് ആവശ്യം വരുമ്പോൾ ഇവൻ നിന്നെ ഓർമ്മിപ്പിക്കും. ഇവൻ നിന്നെ കുറിച്ച് ഓർമ്മിപ്പിച്ച് രാജാവിനോട് പറയും, നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു ചവിട്ട്. ഈ കാരാഗ്രഹം ഇന്നായിരിക്കുന്ന അവസ്ഥ കുഞ്ഞെ, നിനക്ക് ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വിശ്വസിച്ചോ, ഇത് നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഒരു ദിവസം സിംഹക്കൂട്ടിനകത്തുറങ്ങുന്ന ദാനിയേലിന് അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിത്യതയിലേക്കുള്ള യാത്രയിൽ, നിത്യജീവങ്കിലേക്കുള്ള യാത്രയിൽ, ഈ യാത്രയിൽ വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട നിന്നോട്, ഇതിനകത്ത് നിന്ന് ലക്ഷക്കണക്കിന് 750 കോടിക്കകത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിന്നോട് ദൈവത്തിന്റെ ദൂത് പറയാനുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ഇന്ന് നീ പോകുന്ന പാത, നീ പോകുന്ന വേദന, നീ പോകുന്ന സങ്കടം, നീ പോകുന്ന ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തലുകൾ, ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ! ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വിശ്വസിച്ച്, ഇത് ദൈവ കുഞ്ഞെ, നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിനക്ക് ദോഷം വരികയില്ല, നിനക്കിത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വിശ്വസിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പറയാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, എന്റെ ഈ വോയിസ് കേൾക്കുന്ന സകലവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജോലി നഷ്ടപ്പെട്ടത്, ഈ വേദന വന്നത്, ഈ പരാജയം വന്നത്, ഈ സങ്കടം വന്നത്, പിന്നത്തേതിൽ അത് നന്മയ്ക്ക്, അതേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന അറിയുവാൻ തക്കവണ്ണം ദൈവകൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്റെ ഈ ശബ്ദ വീജി കേൾക്കുന്ന സകലപേരെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ഒരു ഉറപ്പ് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തള്ളിക്കളഞ്ഞതല്ല, ദൈവം തള്ളിക്കളഞ്ഞതല്ല. കർത്താവേ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം, അത് ദൈവാത്മാവിൽ ഇങ്ങനെ ആ വചനം ഇങ്ങനെ പറയുന്നു. ഒരു കുരുടനെ, പിറവിയിലെ കുരുടനെ കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇവൻ പാപം ചെയ്തിട്ടോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ദൈവത്തിന്റെ മറുപടി ഉടൻ വന്നു. കർത്താവ് ആ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവൻ പാപം ചെയ്തിട്ടോ, ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടോ അല്ല, ദൈവ പ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് കർത്താവെ, ഈ വചനം കേൾക്കുന്ന, കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന ഇവരെ അങ്ങനെ തന്നെ ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനത്രേ, അങ്ങനെ തന്നെ ആത്മാവിൽ ഉറപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടിയ വചനത്താൽ അനുഗ്രഹിക്കുന്നപ്പാ, വചനത്താൽ ഓവർകം ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്തപ്പാ. പിന്നത്തേതിൽ അനുഗ്രഹമായി, നന്മയായി, നിത്യജീവൻ അവകാശിയായി സ്വർഗം തീർക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം അനുഗ്രഹമാകട്ടെ. ചെയ്യുന്ന സകലത്തിലും ദൈവത്തിന്റെ ഹിതം കൂടിയിരിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടം ചെയ്യട്ടെ. ആത്മാവ് നയിക്കട്ടെ. പരിശുദ്ധിയാത്മാവ് ജനത്തെ നയിക്കട്ടെ. ശബ്ദത്തെ, കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന സകലവരെയും ആത്മാവിൽ നടത്തപ്പെടട്ടെ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവകൃപ കർത്താവ് ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ അനുഗ്രഹിച്ചു തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകല മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗുഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം.